വെൽക്കം ബാക്ക് ടു DSMC ഗെയിമിംഗ്. ഗൈസ്, നമ്മുടെ വൺ ബ്ലോക്ക് വിത്ത് ഹൊറർ മോഡിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിതാ പിന്നെയും വന്നിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണിത് ഗൈസ്. സോ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇവിടെ ചെറിയൊരു ഏരിയ ഇങ്ങനെ സെറ്റാക്കി, പിന്നെ ഇവിടെ നമ്മുടെ ഒരു ട്രീ ഫാർം സെറ്റാക്കി ഗൈസ്. പിന്നെ ഈ എപ്പിസോഡിൽ എനിക്ക് സ്കിന്ന് കിട്ടി ഗൈസ്. ഞാൻ എന്തല്ലോ മോഡൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി ഒരു സ്കിൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എക്സ്ട്രാ മോഡ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നമ്മളെ ബേസിൽ, അതായത് നമ്മളെ വീട്ടിൽ ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കുറേ എല്ലാവരും ഇത് ജസ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട്, വേറെ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ മൈൻ ചെയ്യണം, കുറച്ച് പണിയുണ്ട് ഗൈസ്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇങ്ങോട്ടേക്ക് ഒരു ഇതുണ്ടാക്കിയിട്ട് നമുക്ക് കൃഷി തുടങ്ങണം ഗൈസ്. എന്തിനെങ്കിലും കൃഷി. നമുക്കിപ്പോൾ കുറച്ചേ ഫുഡുള്ളൂ. പിന്നെ നമ്മൾ അടുത്ത ഫേസ് ഇതുവരെ വന്നിട്ടില്ല നമ്മളെ ഈ ബ്ലോക്കിന്റെ. ഗൈസ് സ്റ്റോൺ അല്ലേ? യെസ് യെസ് ഗൈസ്, നമ്മുടെ അടുത്ത ഫേസ് വന്ന് ഗൈസ്. ഗൈസ് ഞാൻ കുറച്ച് കഴിഞ്ഞതിന് മൈൻ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. സോ ഇതാണ് നമ്മളെ അടുത്ത ഫേസിന്റെ ഫസ്റ്റ് ബ്ലോക്ക് എന്നാണ് തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ ഫേസ് തീരുമ്പോൾ തന്നെയാണ് ഞാൻ ഇവിടുന്ന് ബാക്ക് അടിച്ച് പോയെന്നാണ് എൻ്റെ ഒരു ഇത്. സോ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ സ്റ്റോൺ പൊട്ടിക്കണം ഗൈസ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റോൺ ആണ്. നമുക്ക് ഇനി ടൂൾസ് ഒക്കെ ഉണ്ടാക്കണം. പിന്നെ ഇനിയും പുതിയ പുതിയ സാധനങ്ങളൊക്കെ വരുമോന്നൊന്നും അറിഞ്ഞൂടാ. കഴിഞ്ഞ എപ്പിസോഡിൽ എന്തൊക്കെയോ വന്നിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരുണ്ട് വേഗം പോയി കണ്ടോ. നമ്മുടെ ചാനലിലുണ്ട് ഗൈസ്, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ എൻ്റെ ലാസ്റ്റ് കൊടുത്തേക്കാം. സോ നമുക്ക് പിക്കാക്സ് എടുക്കാം, എന്നിട്ട് നേരെ നമുക്ക് അത് മൈൻ ചെയ്ത് തന്നെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ദൂരോട്ട് നിൽക്കാം ഗൈസ്. നമ്മുടെ അണ്ടർഗ്രൗണ്ട് ആണ്, അതുകൊണ്ട് എന്തെങ്കിലും സ്പൂണാവെന്നൊന്നും പറയാൻ പറ്റൂല. ഓക്കെ, 2 സ്റ്റോണ്. യെസ് ഗൈസ്, നമുക്ക് ഇനി ഒരു പിക്കാക്സ് ഉണ്ടായിക്കൊണ്ട് വരാം. ഇനി എന്തായിട്ട് സ്റ്റോണൊക്കെ അല്ലേ ഉണ്ടാവും. സോ നമുക്ക് മറ്റേ സ്റ്റോണിന്റെ പിക്കാക്സ് ഉണ്ടാക്കാം. സോ ഗൈസ്, ഞാൻ ഇതിൽ എക്സ്ട്രാ മോഡ് ആഡ് ചെയ്തെന്ന് പറഞ്ഞെങ്കിൽ അതെന്ന് വെച്ചാൽ വേറെ ഒരു ജസ്റ്റ് ഒരു ഫർണിച്ചറിൻ്റെ മോഡാണ് ഗൈസ്. കുറേ മേശയും കസേരൊക്കെ ഉണ്ട്, വെറുതെ എടുത്താണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഹൊറർ മോബ് വന്നിട്ട് എൻ്റെ വീട് കരിക്കുമെന്നൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇത് ഹൊറർ മോഡ്സ് അത്ര കളിച്ചിട്ട് ഇത്ര വലിയ പരിചയം. ഫസ്റ്റ് കോൾ. യെസ്, ഇനി നമുക്ക് ടോർച്ച് ഉണ്ടാക്കുന്നതിന് പ്രശ്നമില്ല ഗായ്സ്. സോ ഫൈനലി നമ്മൾ കോള് കിട്ടിയിട്ടുണ്ട്. ഓ യെസ് ഗായ്സ്, അയണ് വന്നിട്ടുണ്ട്. യെസ് യെസ് ഗായ്സ്, രണ്ടാമത്തെ അയണ്. മറ്റേത് ഓക്കെ ഗായ്സ്, ഞാൻ എന്തായാലും കുറച്ചിവിടെ ഇരുന്ന് മൈൻ ചെയ്യട്ടെ. എനിക്ക് എന്നും കുറെ ബ്ലോക്ക് കിട്ടിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഇതുണ്ടാക്കാം. മിക്കവാറും അത് ഞാൻ സ്റ്റോൺ സ്ലാബ് കൊണ്ടായിരിക്കും ഉണ്ടാക്കാൻ സാധ്യത കൂടുതൽ. ഓക്കെ, എന്നാലും നമുക്ക് ഞാൻ കുറെ ഒന്ന് മൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ചെറിയൊരു അപ്ഡേറ്റ്. ഇതേ നിൽക്കുന്ന നമ്മളെ മൂഷ്റൂം, അതന്നെ മൂഷ്റൂം ഗൈസ്. നമുക്ക് ഇവനെ ഇടത്തേക്ക് മാറ്റണം. ഇവൻ എന്ന് വെച്ചാൽ നല്ലൊരു ഫുഡ് സോഴ്സ് ആണ്. നിൽക്ക് ഞാൻ ഇപ്പം കാണിച്ചു തരാം. പിന്നെ ഗൈസ് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. നിങ്ങളാരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുന്നില്ല ഗൈസ്. സോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളെ ഓരോ ലൈക്കും സബ്സ്ക്രൈബും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. സോ നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായിട്ടും ബാക്കിയുള്ള ഇതൊക്കെ ഇവിടെ വെക്കാം. ഓക്കെ, നമുക്ക് ഇതാണ് ഗൈസ്, നമുക്ക് ബൗള് വേണം. ബൗള് വെച്ചിട്ട് ഇതിന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ പോരെ. യെസ് ഗായ്സ്, നമുക്ക് ഇത് കിട്ടും, മഷ്റൂം സ്റ്റ്യൂ. ഇത് കുടിച്ചാൽ നല്ലൊരു ഫുഡ് സോഴ്സ് ആണ്. ഇത് അൺലിമിറ്റഡ് ആണ്, അതാണ്. ഓക്കെ, നമുക്ക് ഇതിനെ എങ്ങോട്ടേക്ക് മാറ്റാം. എനിക്ക് ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ഇങ്ങോട്ടേക്ക് വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അവിടെ നമുക്ക് ഇങ്ങനത്തെ മോബുകളൊക്കെ ഫാം ചെയ്യാം. സോ അത് എല്ലാം ഈ വീടിൻ്റെ അത്രയല്ല, നല്ല വലിപ്പമുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. സോ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നത്. അത് ഇതുപോലെ 4 സൈഡിലിട്ടും ഓരോരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. സോ എന്തായാലും ഞാൻ ഇവനെ അങ്ങോട്ടേക്ക് നിർത്തുന്നതിന് മുമ്പ് ഇവിടെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കണമല്ലോ. സോ അതന്നെ അങ്ങ് ഉണ്ടാക്കിയേക്കാം ഗൈസ്. ഫസ്റ്റ് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് ബിൽഡ് ചെയ്യട്ടെ, എന്നിട്ട് ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ചെറിയൊരു പ്രശ്നം പറ്റിയോന്നൊരു ഡൗട്ട്. സംഭവം എന്ന് വെച്ചാൽ ഇത് കണ്ട, ഇത് പുതിയൊരു തരത്തിലുള്ളൊരു ഫെൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഫർണിച്ചർ മോഡിലുള്ള ഫെൻസ്. ഇത് വെച്ച് ഞാൻ നമ്മുടെ പശുവിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കിയതേനു. ബട്ട് ചെറിയൊരു പ്രശ്നം പറ്റി.
ഒരു സാധനം ദേ നിക്കണ കാണുന്നുണ്ട്. ഞാനിവിടെ കുടുങ്ങിയതായി ഗൈസ്. നിനക്ക് ഇനി വീട്ടിലോട്ടും ചെല്ലാനാവൂല. അല്ല പോവാനാവും. ഒരു വഴിയുണ്ട്. അതിനെ നമ്മൾ ഫസ്റ്റ് നോക്കിയപ്പോഴല്ല അത് ആക്റ്റീവായ. നമ്മൾ നോക്കാണ്ട് മൈൻഡ് ചെയ്യാണ്ട് ഓടുക. പിന്നെ ഗൈസ് ഞാൻ വേറെ സാധനം വെച്ച്. ഇത് വേറെ. ഇത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാനാവും. സോ അതിന് നമ്മളെ കാണാനാവില്ല. അതാണ്. സോ നമ്മൾ എന്താ ചെയ്യണ്ടേ ഇപ്പോ? നമ്മൾ നോക്കണോ വേണ്ടയോ? എന്റെ നെഞ്ചെടുപ്പ് ഇങ്ങനെ കൂടുന്നുണ്ട്. എന്തായാലും ഒന്ന് തുറന്ന് നോക്കാം. വാടാ വാ. വരണ്ടതാണല്ലോ. പൊട്ടൻ പോയാ? ഹലോ പൊട്ടാ, ഇവിടെ ആരുമില്ല. പുറത്ത് സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളല്ലോ. സേഫ് ആണോ? സേഫ് ആയിരിക്കും. നമുക്ക് എന്ത് വന്നാലും നമ്മൾ ഒരിക്കലും പേടിച്ച് പിന്മാറാൻ പാടില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മളെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇതിൽ വെച്ചേക്കാം. ഈ ചെസ്റ്റാന്ന് വെച്ചാൽ ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിളിൽ വെക്കാണ്. സാധനങ്ങളെല്ലാം ഇതിൽ വെച്ചേക്കാം. എന്തെങ്കിലും അഥവാ നമ്മള് ചത്തുപോയാലേ ചാവൊന്നുമില്ല, എന്നാലും പറയാൻ പറ്റൂല. എന്തായാലും ഞാൻ നമ്മളെ ഫെൻസ് എടുത്തിട്ട് അങ്ങോട്ട് പോയി ഫെൻസ് ഫിറ്റ് ചെയ്തിട്ട് ഊട്ടി വരാം. നമ്മളെ അടുത്ത് ബെഡൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ ആവാൻ ഒരു വഴിയുമില്ല. സോ നമുക്ക് 2 കണ്ണുണ്ടാടാ. ഇപ്പൊ ഞാൻ തൽക്കാലം നോക്കുന്നില്ല. ബൈ ദ വേ ഇതിന് ഫെൻസ് കണക്ട് ആവൂലേ? മുഞ്ചിയാ ഒറ്റ മിനിറ്റ്. അതിന് വേറെ വഴിയുണ്ട്. നമ്മൾ നേരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എടാ ഉള്ളുക്കാരടാ, എനിക്കിപ്പം കയറാൻ പറ്റാത്ത വഴിയല്ലോ. ഓക്കെ, നമ്മൾ ഈ ഫെൻസ് എടുത്തിട്ട് അത് ഈ ഫെൻസ് മറ്റേ ഫെൻസായിട്ട് കണക്ട് ആവും നോക്കട്ടെ. സാധാ ഫെൻസായിട്ട് നമ്മൾ ഇല്ല ഗൈസ്. സോ നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. ഇതിനുള്ളിൽ കൂടെ പുറത്ത് പോകൂല എന്നാണ് തോന്നുന്നത്. സോ നമുക്ക് ഇതിനുള്ളിൽ നമ്മളെ കൗന് ഇങ്ങോട്ട് മാറ്റാം. ഇത് ഞാൻ ടെമ്പററി ഉണ്ടാക്കിയതാണ്. സോ ഞാൻ എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോകട്ടെ. എന്നിട്ട് കുറച്ച് കഴിയട്ടെ. ഞാൻ എന്തായാലും രാവിലെ ആവാൻ നോക്കാം. എന്നിട്ട് അതിനെ അങ്ങോട്ടേക്ക് മാറ്റാം. സോ ഞാൻ എന്നിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഞാനൊരു ചെറിയ ട്രിക്ക് കണ്ടുപിടിച്ച്. സംഭവം വേറൊന്നല്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയേനു. സംഭവം എന്ന് വെച്ചാൽ ഞാനൊരു മോഡ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഷിഫ്റ്റ് ഞെക്കി നമ്മളെ റൈറ്റ് ക്ലിക്ക് അടിക്കുമ്പോൾ നോക്കോ. അയ്യോ നടന്നില്ല. 1 മിനിറ്റ്. ഷിഫ്റ്റ് ഞെക്കി റൈറ്റ് ക്ലിക്ക്. യെസ് ഗായ്സ്, ഇത് നോക്ക് ഗായ്സ്, നമ്മൾ ഇവനെ ക്യാരി ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്യാരി ഓൺ എന്നുള്ള ഒരു മോഡാണിത്. സോ ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇതിനെപ്പറ്റി അങ്ങ് മറന്നേ പോയി. സോ എന്തായാലും ഞാൻ ഇതിനെ ഇങ്ങനെ എടുത്തിടാം. ബട്ട് ഇതിൽ റിസ്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് പേഴ്സണിലിട്ട് അങ്ങനെ കളിക്കാൻ പറ്റും. എന്തുവാടെ ഈ കളിക്കുന്നത്? ഇങ്ങനെ പോവാം. ഓക്കെ, നമുക്ക് ഇത് തുറക്കണമെങ്കിൽ ഇതിനാദ്യം അവിടെ ഇടണം. യെസ് ഗായ്സ്, അങ്ങനെ നമ്മൾ അതിനെ ഇതിനുള്ളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ചെറുതായിട്ട് ഞെട്ടി. സീനില്ല. നമുക്ക് എന്തായിട്ടും ഇവിടെ ഒന്ന് സ്പോണാണ്ടിക്കണ്ടിട്ട് നമുക്ക് ഇതിന്റെ മേലെ 2 ടോർച്ച് വെച്ചേക്കാം. ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള പണി നോക്കണം. അതിനു മുമ്പ് ഇവിടെ ഒന്ന് റെഡിയാക്കണം ഗൈസ്. സോ ഞാൻ എന്തായിട്ട് ഇവിടെ കുറച്ചേരം കൂടി ഇരുന്ന് മൈൻ ചെയ്യട്ടെ. സോ ഞാൻ ഇതാ വരുന്നത്. ഗായ്സ്, നമ്മുടെ ഇവിടെ സോംബികൾ സ്പോൺ ആയിട്ടുണ്ട്. 2 ഹെൽമെറ്റ് എടുത്ത സോംബി. പിന്നെ ഇവിടെ അതാ ഇവൻ എടുത്തിടാൻ മറന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ട്രീയും വലുതായിട്ടുണ്ട്. ആക്ച്വലി ട്രീ ആദ്യം 2 വലുതായിട്ടുണ്ടായിരുന്നു. അത് പൊട്ടിച്ചതാണ്, പിന്നെ വലുതായി. പിന്നെ ആ പൊട്ടിച്ചതിന് തന്നെ ഞാൻ കുറച്ച് സൈഡിലോട്ട് ഇതിൻ്റെ സാപ്ലിങ് നട്ടു വെച്ച്. കാരണം വെച്ചാൽ ആ ട്രീക്ക് വളരാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട്. സോ പിന്നെ നട്ടു വെക്കാം. അങ്ങനെ ആ റാബിറ്റിനെ പിടിച്ച് അതിൻ്റെ ഉള്ളിൽ കൊണ്ടിടാം. പിന്നെ ഇതിനെയും കൊല്ലാം. വാടാ. ഞാൻ പിന്നെ കീബൈൻഡ് സെറ്റ് ചെയ്ത് ഗൈസ്. എൻ്റെ ഷിഫ്റ്റ് മാറ്റിയിട്ട് ഷിഫ്റ്റ് നമ്മൾ ടോഗിളെല്ലാം ഇട്ട്. സോ ഞാൻ ആൾട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇതിനെ ക്യാരി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സണിൽ ഇത് കാണുന്നില്ല. അതെന്ത് കളി അറിഞ്ഞൂടാ. നമുക്ക് ഇതിനുള്ളിലിടാം. ഓക്കെ, നമ്മുടെ എന്താ പറയുക ഇപ്പോൾ ഫാം. നമ്മുടെ ആനിമൽ ഫാമിൽ ഇവിടെ ഇപ്പോൾ കുറച്ച് ആൾക്കാരായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ
കില്ല് ചെയ്തേക്കാം. ഓക്കെ, അവൻ എന്തൊക്കെയോ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് റോട്ടൺ ഫ്ലഷും പിന്നെ ഒരു പൊട്ടാറ്റോ ആവശ്യമുണ്ട്. പൊട്ടാറ്റോ കൊണ്ടാക്ക്. പൊട്ടാറ്റോ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. നമുക്ക് ഫാം ചെയ്യുമ്പോൾ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ എന്നായിട്ട് ഒന്നുകൂടി കുറേ മൈൻ ചെയ്യട്ടെ. പിന്നെ ഞാനിവിടെ നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ നോക്കുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ ഓക്ക് ചെയർ കാണുന്നുണ്ട്, പിന്നെ ഓക്ക് ഡെസ്ക് കാണുന്നുണ്ട്, ഒക്കെ ക്രിയേറ്റ് കാണുന്നുണ്ട്. ഇത് സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല. സോ നമുക്ക് ഒരു ചെയർ ഉണ്ടാക്കിയാലോ? കോഫി ടേബിൾ. ഓക്കെ, നമുക്ക് ചെയർ ഉണ്ടാക്കിയതായിരിക്കും നല്ലത്. വെറുതെ എന്തായിട്ട് ഈ മോഡ് ഇട്ടല്ലേ, ഒരാവശ്യമില്ല ഉണ്ടാവാറല്ലോ. ഗസ്റ്റൊക്കെ വരുമ്പം ഇരിക്കാനായിട്ട് കുറച്ച് ചെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഗസ്റ്റ് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഗസ്റ്റിയോ ഇല്ല, രാവിലെ ഗസ്റ്റ് അങ്ങനെ വരില്ല. സോ നമുക്ക് വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. നമുക്കൊരു 1 മതിയായിരുന്നു, ബട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ 4 തന്നെ കിട്ടും. ഞാൻ എന്തായിട്ട് അത് മരം കൂടി അങ്ങ് മൈൻ ചെയ്യട്ടെ. പിന്നെ ഇവിടെ നിന്ന് മൈൻ ചെയ്ത് കുറേ ഇൻവെൻറ്ററി എന്ന് പറഞ്ഞാൽ അങ്ങ് ഉണ്ടാച്ചിട്ടുണ്ട് കുറച്ച്. പിന്നെ ഒരു ഇതും കൂടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെയും കൂടി എടുത്ത് അതിലിടാം. അതതിൽ ആടെ ഉണ്ടല്ലോ. എൻ്റെ കയ്യിൽ പിന്നെ 2 ഉണ്ട് അതിനാടാ. 1 മിനിറ്റ്, 2 ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. സോ അതിനെയും കൂടി ഇങ്ങ് എടുക്കാം. ബൈ ദ വേ ഇത് അൺലിമിറ്റഡാ. ഒറ്റ മിനിറ്റ് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് ചിലപ്പോൾ മൂഡ് ബഗ്ഗോ അങ്ങനെ. ഒറ്റൊന്ന് മാത്രം. എടാ ഒറ്റ നിക്കടാ, അടങ്ങി നിക്കടാ. ഇതാ ഇവിടെ ഉണ്ട്. ഒറ്റൊന്ന് മാത്രം. കിട്ടുന്നില്ല. നിക്കടാ അവിടെ. അതാ പോയി. പോയി. യെസ്, ബഗ്ഗായാലും തോന്നുന്നു. ചിലപ്പോൾ ബഗ്ഗായിരിക്കും, പറയാൻ പറ്റൂല. നമ്മളിവിടെ ഡ്യൂപ്ലിക്കേഷൻ ഒക്കെ കണ്ട് മറ്റേ പുറത്ത് കയറി ഇരുന്ന് ചില്ലാവും. ഓക്കെ, നമുക്കിത് ഇതും കൂടി അങ്ങ് മുറിച്ചേക്കാം. അയ്യോ, എല്ലാം പൊട്ടി വീഴുണ്ടായിരുന്നു. കുറേ സാപ്ലിങ് താഴെ പോയി ഗൈസ്. അത് വല്ലാത്തൊരിതാണ്. ബട്ട് നമുക്ക് 5 സാപ്ലിങ് കിട്ടി. സോ നമ്മൾ 5 ഒന്നിവിടെ നട്ടേക്കാം. ബാക്കി നമുക്ക് നമ്മളെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള പണിയും തുടങ്ങാം ഗൈസ്. ഞാൻ എന്തായിട്ട് ഇങ്ങോട്ടേക്ക് ഈ എപ്പിസോഡിൽ അങ്ങനെ ചെയ്യുന്നില്ല. സോ ഇങ്ങോട്ടേക്ക് ചെയ്യാൻ നിൽക്കുന്നതാണെങ്കിൽ നമ്മൾ ഇന്നൊന്നും ആവില്ല, കുറേ പണിയുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഓരോരു അരൻ്റെ പോലത്തെ സ്ഥലമില്ലേ, അത് തമ്മിൽ ഇങ്ങനെ വലിയൊരു കണക്റ്റീവ് റൗണ്ട് പോലെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താവുന്നൊന്നും അറിഞ്ഞൂടാ. സോ നമുക്ക് ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉണ്ടാക്കി നോക്കണം ഗൈസ്. സോ നമ്മൾ വെറുതെ അല്ലല്ലോ നമ്മളിങ്ങനെ മുടക്കി നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചിട്ട് നല്ലത്. എനിക്കിതുവരെ ബെഡ് കിട്ടിയില്ല, അത് വേറെ കാര്യം. എന്തായാലും ഞാൻ ഇതിൻ്റെ ബാക്കിയും കൂടി ഉണ്ടാക്കട്ടെ, എന്നിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെയും വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇപ്രാവശ്യം ഒരു സ്റ്റോൺ ബൂമറാങ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ പഴയ ബൂമറാങ് പോലെയല്ല, കുറച്ച് അപ്ഗ്രേഡ് വെർഷനാണ്. ഇത് നമുക്ക് ഡാമേജ് കൂടും ഗൈസ്, നമ്മൾ കൊടുക്കുന്ന ഡാമേജ്. അയ്യോ ഗൈസ്, നിപ്പിൽ എന്തോ പുകയായി പോയി. പിന്നെ നമ്മുടെ സാപ്ലിങ് അവിടെ കൊണ്ട് നട്ടു വെക്കണം. ഉള്ള സാപ്ലിങ് എല്ലാം താഴെ പോയി. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് വേറൊരു ഡൗട്ട് ഉണ്ടാവും, ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇത്ര ടോർച്ച് ഉണ്ടായിട്ട് അങ്ങൊന്നും ടോർച്ച് വെക്കാത്തതെന്ന്. സോ ആ ഡൗട്ടിനുള്ള ഉത്തരം ഇതാണ്. അവിടെ ഹൊറർ മോബ്സ് സ്പോൺ ആവില്ല. ഹൊറർ മോബ്സ് സ്പോൺ ആയിക്കില്ല. എന്തിനാ ഗൈസ് ഹൊറർ മോഡ് ഇട്ട് കളിക്കുന്നത്? ഹൊറർ മോഡ് ഇടുമ്പോൾ ഹൊറർ മോബ്സ് സ്പോൺ ആകണം. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അവിടെ ടോർച്ച് ഒന്നും വെക്കാത്തത്. ബദവായി ഇങ്ങനെയൊന്നും ആവശ്യമില്ല. വെറും ഒരു ഹൊറർ മോബ്സ് സ്പോണാന്ന് പറയാൻ നിൽക്കുന്നതാണെങ്കിൽ ഇവിടെ വന്ന് നിന്നാൽ മതി. ബട്ട് വീടുണ്ടാക്കേണ്ടൊന്നും ആവശ്യമില്ല. എന്നാലും ഹൊറർ മോബ്സ് അല്ലേ, കുറച്ച് പേടിയൊക്കെ ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ് നമ്മുടെ വീടൊക്കെ ഉണ്ടാക്കിയത്. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഈ എപ്പിസോഡിൽ പ്രത്യേകിച്ചൊന്നും നടന്നില്ല, എന്നാലും അതെനിക്കറിയാം. എന്നാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പ്ലീസ് സബ്സ്ക്രൈബ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഓരോരു സബ്സ്ക്രൈബ് എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ. പിന്നെ എൻ്റെ ബെഡ്റോക്ക് എഡിഷനിൽ ചെറിയ സീരീസ് ഉണ്ട്, ഒരു സർവൈവൽ സീരീസ്. അത് ഷോർട്സ് ആയിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ചാനലിലുണ്ടാവും, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. സോ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.